ഐഫോണിൽ ഇങ്ങനൊരു ഇന്റർഫേസിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നു. നമുക്കിവിടെ കോളില് ഫേവറേറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം നമ്മളിപ്പം കോളിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ നമുക്കിവിടെ വലിയ രീതിയിലുള്ള ഫോട്ടോസ് പ്രസ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മളിപ്പോൾ അസൈൻ ചെയ്ത അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഹോം സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ക്യാമറയുടെ ഐക്കണൊക്കെ നല്ല വലിയൊരു ഐക്കൺ ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങളുടെ വീട്ടിലിപ്പം പ്രായമുള്ളവരൊക്കെ ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മോഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസോട് കൂടിയിട്ട് ഐഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അസിസ്റ്റീവ് ആക്സസ് എന്നാണ് ഈ ഒരു ഫീച്ചറിന്റെ പേര്. ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിലേക്ക് പോവുക, ആക്സസിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് അസിസ്റ്റീവ് ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഏതൊക്കെ ആപ്ലിക്കേഷന് ആക്സസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പൊ മ്യൂട്ട് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു മോഡിൽ നിന്നും നമുക്കിപ്പോ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പവർ ബട്ടണ് 3 ടൈംസ് പ്രസ് ചെയ്യുക. എക്സിറ്റ് അസിസ്റ്റീവ് ആക്സസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് അടിച്ചുകൊണ്ട് ഇതിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു